ഹലോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ദുബായ് വരെ പോകുന്നുണ്ട് കേട്ടോ. അബുദാബിയിൽ നിന്ന് ദുബായ് വരെ പോകാമെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ട്രിപ്പാണല്ലോ. അത്യാവശ്യം നമുക്കൊരു ലോങ് ഡ്രൈവാണ്. നമുക്കപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോവാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പതുക്കെ പതുക്കെ എണീറ്റ് വരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സാറ്റർഡേ ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മളിന്ന് ദുബായ് വരെ പോകണതുകൊണ്ട് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നോ അല്ലെങ്കിൽ കുറച്ച് മടി പിടിച്ച ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് അല്ലെങ്കിൽ നൂഡിൽസൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നൂഡിൽസാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് മുന്നേ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പാലൊക്കെ ചൂടാക്കി വെക്കണം. അതുപോലെ നമുക്ക് കുടിക്കാനായിട്ടുള്ള ചായ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ആണെങ്കിൽ രണ്ടാളെ കൊണ്ടും കഴിപ്പിക്കാനായിട്ട് വലിയ പാടില്ല. അവരെന്നെ ഇരുന്ന് കഴിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് കഴിപ്പിക്കണം. ഇതാണെങ്കിൽ സോസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാളും തന്നെ കഴിച്ചോളും. വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് നൂഡിൽസ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ദുബായിക്ക് പോകുന്നത് എൻ്റെ കസിൻ എന്ന് പറഞ്ഞാലും എൻ്റെ സ്വന്തം അനിയത്തി തന്നെ. എൻ്റെ മേമയുടെ മോൾക്ക് ഇപ്പോൾ ഒരു ന്യൂ ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബേബീനെ നമ്മൾ ഇതുവരെ കാണാനായിട്ട് പോയിട്ടില്ല. അപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഓരോ ആഴ്ചയിലും നമ്മൾ അപ്പോൾ പോവാം, ഇപ്പോൾ പോവാം, അടുത്ത ആഴ്ച പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നീണ്ടുപോയി എന്തായാലും. അപ്പോൾ ഇന്നാണ് നമ്മൾ പോകാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ദുബായ് വരെ പോകുന്നതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം കൂടി പോകണമെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതെവിടെയാണെന്ന് നമ്മളിപ്പോഴും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ നേരത്തെ ഇറങ്ങാം. അപ്പോൾ അങ്ങനെയാണെങ്കിലാണല്ലോ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോയിട്ട് നമുക്കൊരു എന്തായാലും ദുബായ് വരെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണ്ടേ. അപ്പോൾ എന്തായാലും ഒരു സ്ഥലം കൂടി പോകണം എന്നുള്ളത് മനസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ച് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ പുറത്ത് കാണാനായിട്ട് ഇപ്പം നല്ല രസമാണ്. കാരണം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിലും ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ ആ ഒരു പുറത്തത്തെ വ്യൂ നോക്കി നിൽക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കുറച്ചുള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഉള്ള സ്ഥലത്തുള്ള ഒരു ചെടികളാണെങ്കിലും നമുക്കതിലൊരു പൂവ് ഒരു കായ ഉണ്ടായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോഴേക്കും രണ്ടാളും എണീറ്റ് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. നൂഡിൽസ് ഫസ്റ്റ് ഞാൻ കഴിക്കാൻ കേട്ടോ. അവരെ എണീറ്റിട്ടുള്ളൂ, ബ്രഷ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് വേണം ഇനി അവരെ ബ്രഷ് ചെയ്യിക്കലും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവരെ റെഡിയാക്കി പിന്നെ നമുക്കും കൂടി റെഡി ആവാമല്ലോ. അങ്ങനെ ഞാൻ കഴിക്കാനിരുന്നപ്പോൾ അന്നമൂന എൻ്റെ നിന്ന് കഴിക്കണമെന്നുണ്ട്. പക്ഷേ ജോയ്ക്കാണെങ്കിൽ ടമ്മി വേന എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എടുക്കണം കേട്ടോ. അപ്പോൾ അന്നമ്മു ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്യാത്ത കാരണം ഞാൻ കൊടുക്കാണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ചോദിച്ച് നിന്നപ്പോൾ അന്നമ്മൂന് കൊടുത്തു. അപ്പോൾ ജോയ് ആണെങ്കിൽ കഴിക്കില്ല, അവന് എന്താ പറയുക വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദുബായ് പോകണമെന്നൊക്കെ കേട്ടപ്പോൾ പിന്നെ ആളുടെ അസുഖമൊക്കെ മാറി കേട്ടോ. പിന്നെ വേഗം കഴിക്കാനായിട്ട് വേഗം എണീറ്റൊക്കെ വന്നു. അങ്ങനെ ബ്രഷ് ചെയ്ത് രണ്ടാൾക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോവാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ നമ്മൾ പോവാനായിട്ട് പ്ലാൻ ചെയ്ത സ്ഥലം നമ്മൾ ദുബായിൽ ദേറ ദുബായ് ആ ഭാഗത്ത് അബ്ര ആ ബോട്ടിംഗ് ഉണ്ടല്ലോ, ആ ഒരു സൈഡിലേക്ക് നമ്മൾ കുട്ടികളായതിനു ശേഷം പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കാണെങ്കിലും ആ ഒരു ബോട്ടിംഗ് ഒക്കെ ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ളതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുവിധം സ്ഥലങ്ങൾ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കുറേ നാളുകളായിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞു ബേബീനെ കാണാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ ദുബായിയുടെ ആ ഒരു റോഡിൻ്റെ സൈഡിലെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് തോന്നുമല്ലോ. കാരണം അബുദാബിയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇതുപോലെ കുറേ ബിൽഡിങ്ങുകളും പ്രത്യേകിച്ച് ഈ ഒരു റോട്ടിൽ കൂടെ പോകുമ്പോഴാണെങ്കിൽ നമുക്കതുപോലെ ബുർജ് ഖലീഫയും അതുപോലെ ഫ്യൂച്ചർ മ്യൂസിയം ഒക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം അവർ കാറിലിരിക്കുമ്പോഴേക്കും എന്തായാലും ഉറങ്ങുമല്ലോ. അങ്ങനെ നമ്മൾ അവിടേക്കാണ് പോയി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇറങ്ങി വന്നപ്പോൾ ലേറ്റായപ്പോൾ നല്ല ഉച്ച നേരത്താണ് അവിടെ എത്തിയത്. എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. പിന്നെ പാർക്കിങ്ങൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിങ്ങിന് ഒരു 2 ദിർഹംസ് അങ്ങോട്ടാണ് അതിൻ്റെ ഒരു ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദുബായിയുടെ ഒരു ഭാഗമായിട്ടല്ല കേട്ടോ എനിക്ക് തോന്നാറ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക പഴയ സിനിമകളിലൊക്കെ നമുക്ക് ദുബായ് അല്ല ബോംബെ ആ ഒരു ഭാഗമൊക്കെ പോലെയാണ് തോന്നാറ്. അങ്ങനെ ആ ഒരു ബോട്ടിങ്ങിന് പോയി. പിന്നെ നമ്മളെവിടെ പോയാലും നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കുക, കുറച്ച് വീഡിയോസ് എടുക്കുക, അങ്ങനെ സ്ഥലമൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. പിന്നീട് നമ്മൾ അവിടുത്തെ ആ ഒരു സൂക്കിൻ്റെ ഭാഗത്ത് നമ്മളവിടെ ഒന്നിനും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും അവിടെ എന്തായാലും വന്ന സ്ഥിതിക്ക് ആ ഒരു അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നതാണല്ലോ അവിടുത്തെ നമ്മൾ എക്സ്പീരിയൻസിൻ്റെ കാര്യം. അപ്പോൾ വെറുതെ ആ ഒരു സൂക്കിൻ്റെ ആ ഷോപ്പിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ പോകണില്ല. പക്ഷെ കുട്ടികളാണെങ്കിൽ അവിടെ ഈ കുഞ്ഞു ക്യാമലും അതുപോലെയുള്ള ടോയ്സൊക്കെ കണ്ടപ്പോഴേക്കും ടോയ്സ് അല്ല, അപ്പോൾ അങ്ങനത്തെ കണ്ടപ്പോൾ അവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാശിയും ബഹളമൊക്കെ അപ്പോഴേക്കും തുടങ്ങി. അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് നടന്നില്ല. പിന്നെ നടക്കുകയാണെങ്കിലും ഇവർക്ക് കുട്ടികളൊക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഒരുപാട് നടക്കാനുണ്ടല്ലോ, അപ്പോൾ അത്ര ഉള്ളിലോട്ടൊന്നും നമ്മൾ പോയില്ല. നമ്മളതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗത്തേക്ക് നടന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പാർക്കിങ്ങിൻ്റെ അവിടേക്ക് വരേണ്ട തന്നെ കുറച്ച് ഏരിയാസൊക്കെ നടന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. പിന്നെ നല്ല ഉച്ച നേരമാണെങ്കിലും ഇപ്പോൾ ചൂടൊക്കെ കുറവുള്ള നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്കതൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കറക്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കുഞ്ഞുവാവേനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും കറക്റ്റ് നല്ല ഉച്ച ഫുഡിൻ്റെ നേരത്തേക്കാണ് നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെയാണെങ്കിൽ ജോഡയൊക്കെ സെയിം ഏജിൽ തന്നെയുള്ള ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ കണ്ടപ്പോൾ 3 ആളും കൂടിയിട്ടുള്ള പിന്നെ കളിയും ബഹളമൊക്കെ തുടങ്ങി, എപ്പോഴും ഉള്ള പോലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവും, കുറച്ച് നേരം ഒന്ന് എന്താ പറയുക ഒന്ന് മിണ്ടി സംസാരിച്ച് ഒന്ന് റെഡിയായി വരണം. പക്ഷേ അപ്പോഴേക്കും നമ്മൾ പോകാറാകുമ്പോഴേക്കാണെങ്കിലോ പിന്നെ അവിടെ നിന്ന് ഇറക്കാനായിട്ട് അവരുടെ കളിയുടെ എന്താ പറയുക ഏറ്റവും ഹൈ വോൾട്ടേജിൽ ഹൈ ലെവലിൽ കത്തി നിൽക്കുന്ന സമയത്തായിരിക്കും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോഴേക്കും പിന്നെ വിഷമ സങ്കടമൊക്കെ ആവും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇത് ഈവനിങ് ആയിട്ടോ. അപ്പോൾ നമ്മൾ ചായയുടെ സമയമൊക്കെ ആയി. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഉറക്കമൊന്നുമില്ല, ഉച്ചയ്ക്ക് ആരും ഉറങ്ങിയൊന്നുമില്ല. ഇത്രയും നേരം വന്നതിൻ്റെ ക്ഷീണം ഒന്നുമില്ലാതെ 3 ആളും നല്ല കളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു ഈവനിങ് ഒരു 7 മണി 7:30 ഇറങ്ങിയാലാണല്ലോ നമ്മളൊരു 9 മണി 9:30 ആകുമ്പോഴേക്കും നമുക്ക് അബുദാബിയിലേക്ക് തിരിച്ചെത്തണമല്ലോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ പിന്നെ നല്ല ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ പിന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ വന്നപ്പോൾ തൊട്ട് തന്നെയായിരുന്നു പണി. അങ്ങനെ പിന്നെയും കുറച്ച് നേരം കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ നമ്മളൊരു ഈവനിങ് ഒരു 6:30 ആകുമ്പോഴേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ എപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു നേരത്തേക്ക് നമ്മൾ ഇറങ്ങില്ല, പിന്നെയും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങാറ്. അങ്ങനെ ഇന്ന് ആ പറഞ്ഞ സമയത്തല്ലെങ്കിലും ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കറക്റ്റ് വിചാരിച്ച സമയത്ത് ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പിന്നെ അബുദാബിയിലേക്കാണ്, വേറെ എവിടെയും നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളൊരു 9:30 ആയപ്പോഴേക്കും എത്തി. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.